അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിലേക്ക് 22-ാം തീയതി മാർച്ച് നടത്തും. സ്മൃതി മണ്ഡപത്തിന് മേൽക്കൂരയും അനുബന്ധ നിർമ്മാണങ്ങളും നടത്താൻ അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തുന്നതിനാണ് ഭരണസമിതിയുടെ നീക്കം. കൌൺസിൽ അജണ്ടയിൽ നഗരസഭയിലെ മുൻ ചെയർമാനും ഭരണകക്ഷിയിലെ ചില കൌൺസിലർമാരും പക്ഷാപാതപരമായി പെരുമാറിയതായി ഭാരവാഹികൾ ആരോപിച്ചു. കട്ടപ്പനയിലെ അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന്റെ നവീകരണത്തിനെതിരെയുള്ള നഗരസഭാ ഭരണസമിതിയുടെ നിലപാടിൽ അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി സമരത്തിന് 22-ന് രാവിലെ 10-ന് നഗരസഭാ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തും. ചുറ്റുമതിൽ, മേൽക്കൂര തുടങ്ങിയവയുടെ നവീകരണത്തിനായി 4,95,000 രൂപയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിൽ അനുവദിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുണഭോക്തൃ സമിതി മുഖേന നഗരസഭാ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥരായി ചുമതലപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നഗരസഭയിലെ മുൻ ചെയർമാനും ഭരണകക്ഷിയിലെ ചില കൌൺസിലർമാരും പക്ഷാപാതപരമായി പെരുമാറിയതായി ഭാരവാഹികൾ ആരോപിച്ചു. ഇത് ഉണ്ടായില്ല എങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് നീങ്ങുകയുള്ളൂ. സമാധാനപരമായും ഞങ്ങൾക്കിതൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഇത് ഇപ്പം പ്രതിപക്ഷകാല വർണ്ണോഷം എന്നുള്ള രീതിയൊന്നും ഞങ്ങളുടെ ഇടയില്ല. ഞങ്ങളുടെ ഇടയിൽ ഒരു സമുദായ സ്നേഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും സംഘടനകളും ഇപ്പോൾ ഇവിടെ KPMS ഉണ്ട്, CSDS ഉണ്ട്, KSSകാരുണ്ട്, PRDSകാരുണ്ട്, അപ്പോഴുള്ള ഒട്ടനവധി സംഘടനകൾ കോർഡിനേഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അത് ഒരു നല്ല രീതിയിലേക്ക് പോയി അത് വേണ്ട രീതിയിലുള്ള 5 ലക്ഷം രൂപയോളം ഉണ്ട്. അത് നല്ലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതൊരു ഗ്ലാസ് ഇട്ട് വൃത്തിയായി നിർത്തുന്നതിലായി. ഫണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. മഹാന്മാരെ അധിക്ഷേപിച്ചവർ ദളിത് സമൂഹത്തോട് മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആക്ഷേപിച്ചത് ഞങ്ങളത് ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇതിന്റെ പേരിലാണ് ആക്ഷേപം കൊള്ളുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് ഭൂമി തന്നിട്ടില്ലേ? അംബേദ്കർ അയ്യങ്കാളി പ്രതിമ കട്ടപ്പനെ പണിത് വെച്ചിട്ടില്ലേ? അത് നനയാതിരിക്കാനുള്ള കാര്യം ഞങ്ങൾ മന്ത്രിയോടല്ലേ ചോദിച്ച് ഫണ്ട് മേടിച്ചത്. അതിന് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് എന്താണ് കുഴപ്പം? കട്ടപ്പന മുനിസിപ്പാലിറ്റി ഫണ്ട് ഞങ്ങൾ മേടിച്ചില്ലല്ലോ. അത് നനയാതിരിക്കാനുള്ള ബന്ധം ഞങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല, അവകാശങ്ങളില്ല. ദളിതന്മാരുള്ള ഞങ്ങൾ ദളിത രീതിയിൽ തന്നെ പഴയ അടിമത്തം കട്ടപ്പനയെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഒത്തുകൂടി ഞങ്ങളോട് കാണിക്കുന്നത്. മുൻ ചെയർമാനും നിലവിലെ കൌൺസിലറും ഭരണപക്ഷത്തുള്ള ചില കൌൺസിലർമാരും അംബേദ്കർക്കെതിരെ അധിക്ഷേപപരമായി സംസാരിച്ചെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VS ശശി, കട്ടപ്പന നഗരസഭാ കൌൺസിലർ ബിനു കേശവൻ, KSS ജില്ലാ സെക്രട്ടറി രാജൻ കയാർ, രാജു ആഞ്ഞിലിത്തോപ്പിൽ, രാജീവ് രാജു, തങ്കമ്മ രാജു, മോബിൻ ജോണി, സുരേഷ് കൂത്രപ്പള്ളി, രാജു AK, ബിജു പൂവത്താനി, സുരേഷ് രാജു, നാരായണൻ MK, ബിജോ PT, സിദ്ധാർത്ഥൻ S, MK സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.